ഫ്ളാറ്റുകളടക്കമുള്ള ബഹുനില മന്ദിരങ്ങൾ നിർമ്മിക്കുമ്പോൾ അഗ്നിശമന സേനയുടെ എൻഒസിക്ക് നൽകേണ്ട ഫീസ് നിരക്ക് സർക്കാർ കുത്തനെ കുറച്ചു. വൻകിടക്കാർക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ ലാഭമാണ് ഇതിലൂടെ ലഭിക്കുക. അഗ്നിശമന സേനയുടെ തലപ്പത്തു നിന്നും ഡിജിപി ജേക്കബ് തോമസിനെ മാറ്റിയതിനു പുറമെ വൻകിട നിർമ്മാണ സ്ഥാപനങ്ങൾക്ക് വേണ്ടി സർക്കാർ വഴിവിട്ട് പ്രവർത്തിച്ചതിന്റെ കൂടുതൽ തെളിവുകളാണ് റിപ്പോർട്ടർ പുറത്തുവിട്ടത്. സാധാരണക്കാരുടെ കെട്ടിട നികുതിയിൽ വൻ വർധനവ് വരുത്തിയ സർക്കാരാണ് അമ്പരചുംബികളായ കെട്ടിടങ്ങൾക്ക് യഥേഷ്ടം ആനുകൂല്യങ്ങൾ നൽകുന്നത്. ബഹുനില മന്ദിരങ്ങളും ഷോപ്പിംഗ് കോംപ്ലക്സുകളും മറ്റും നിർമ്മിക്കുമ്പോൾ അഗ്നിശമന സേനയുടെ എൻഒസിക്ക് നൽകേണ്ട ഫീസ് നിരക്ക് കുത്തനെ കുറച്ചുകൊണ്ടാണ് ആഭ്യന്തര വകുപ്പ് കഴിഞ്ഞ മാസം ഉത്തരവിറക്കിയത്. ഉയരം കൂടിയ കെട്ടിടങ്ങൾക്ക് അടയ്ക്കേണ്ട തുകയിൽ വൻ ഇളവുകൾ നൽകിയിട്ടുണ്ട്. 2014 ഫീസ് നിരക്കുകൾ ഗണ്യമായി വർദ്ധിപ്പിച്ചതിനെതിരെ കെട്ടിട നിർമ്മാണ ലോബി നടത്തിയ ഇടപെടലിനെ തുടർന്നാണ് സർക്കാർ നടപടി. 35 മുതൽ 60 മീറ്റർ വരെ ഉയരമുള്ള ഫ്ളാറ്റുകൾക്ക് സ്ക്വയർ മീറ്ററിന് 100 രൂപ എന്നത് 20 ആക്കി കുറച്ചിരിക്കുന്നു. വൻകിട ഹോട്ടൽ കെട്ടിടങ്ങൾക്ക് ഉയരമനുസരിച്ച് 40, 50, 125, 200 രൂപ നിരക്കിൽ നൽകേണ്ടിയിരുന്നത് ഒറ്റയടിക്ക് കുറച്ച് 30 ആക്കിയിട്ടുണ്ട്. മൾട്ടിപ്ലക്സുകൾക്ക് 180 രൂപ എന്നത് കുറച്ച് 30 ആക്കി. 10 മുതൽ 30 മീറ്റർ വരെ ഉയരമുള്ള അസംബ്ലി കെട്ടിടങ്ങൾക്ക് 125 രൂപ നിരക്ക് 30 ആക്കി താഴ്ത്തി. മറ്റു സ്ഥാപനങ്ങൾക്കും 100 രൂപ നിരക്ക് 30 ആക്കി കുറച്ചിരിക്കുന്നു. 10 മുതൽ 30 മീറ്റർ വരെ ഉയരമുള്ള കച്ചവട ആവശ്യങ്ങൾക്കുള്ള കെട്ടിടങ്ങൾക്ക് യഥാക്രമം 50, 150 രൂപയായിരുന്നതും 30 ആയി കുറച്ചു. വ്യവസായ സ്ഥാപനങ്ങൾക്കും മറ്റ് വൻകിട കെട്ടിടങ്ങൾക്കുമെല്ലാം ഫീസ് നിരക്ക് ഗണ്യമായി കുറച്ചിട്ടുണ്ട്. നേരത്തെ സ്ക്വയർ മീറ്ററിന് പരമാവധി 200 രൂപയായിരുന്നു കൂടിയ തുകയെങ്കിൽ ഇനി അത് വെറും 30 രൂപയാണ്. സ്ക്വയർ മീറ്റർ അനുസരിച്ച് കണക്കുകൂട്ടുമ്പോൾ വൻകിടക്കാർക്ക് ലക്ഷങ്ങളാണ് ഇതുമൂലം ലാഭം ലഭിക്കുക. ഫയർഫോഴ്സ് മേധാവിയായിരുന്ന ജേക്കബ് തോമസിന്റെ അഭിപ്രായം മാനിക്കാതെയാണ് അദ്ദേഹം അവധിയിൽ പ്രവേശിക്കുന്നതിന് തൊട്ടുമുൻപ് വൻകിടക്കാർക്ക് അനുകൂലമായി സർക്കാർ ഉത്തരവിറക്കിയതെന്നാണ് വിവരം. ജേക്കബ് തോമസിന്റെ സ്ഥലമാറ്റത്തിന് പിന്നിൽ വൻകിട നിർമ്മാണ ലോബിക്ക് പങ്കുകൊണ്ടുന്ന ആരോപണവും ഈ നടപടി ശരിവെക്കുന്നു. തിരുവനന്തപുരത്ത് നിന്നും പ്രദീപ് സി നിർമ്മൻ, റിപ്പോർട്ടർ.